ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു വഴുതനങ്ങ പുളിങ്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും ആവശ്യമില്ല ഇതിന്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറിക്ക് ആവശ്യമായ വഴുതനങ്ങ ഞാനിവിടെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സൈസിലൊരു 5 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 200 ഗ്രാം വഴുതനങ്ങ കാണും. കറിക്കായിട്ട് നമുക്ക് വയലറ്റ് കളറുള്ള വഴുതനങ്ങ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി കറിക്കായിട്ട് വേണ്ടത് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് ചെറിയ ഉള്ളി നീളത്തിൽ മുറിച്ചത്, ഒരു പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു മീഡിയം തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. കറിക്ക് ആവശ്യമായ വാളംപുളിയാണിത്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് വഴുതനങ്ങ ഒന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ആദ്യം വഴുതനങ്ങ ഇതുപോലെ നീളത്തിൽ 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം ഇനി വഴുതനങ്ങ ഇതുപോലെ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. വഴുതനങ്ങ എല്ലാം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഇതുപോലെ നീളത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. മുറിച്ചെടുത്ത വഴുതനങ്ങ നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് മാറ്റി വെക്കണം, എൻ്റെ കറിയെല്ലാം ഒന്ന് പോയി കിട്ടാനായിട്ട്. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവയും കൂടെ ചേർത്ത് പൊട്ടിക്കണം. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മുളകും കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകുമാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ളിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതുപോലെ ഉപയോഗിക്കാം. പക്ഷെ ചെറിയ ഉള്ളി വെച്ച് നമ്മൾ കറി ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ വഴുതനങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികൾ ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മസാലയുടെ പച്ചമണമെല്ലാം മാറി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ നന്നായിട്ട് 2-3 മിനിറ്റ് വീണ്ടും വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി കറിയിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി പാനൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. പാൻ മൂടി വെച്ച് വഴുതനങ്ങ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും വഴുതനങ്ങ പാകത്തിന് വെന്ത് പുളിയെല്ലാം പിടിച്ച് കിട്ടും. വഴുതനങ്ങ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. വഴുതനങ്ങയെല്ലാം പാകത്തിന് വെന്ത് ഗ്രേവി എല്ലാം നന്നായിട്ട് കുറിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം പാൻ മൂടി ഒരു 5 മിനിറ്റും കൂടെ മാറ്റി വെക്കാം. റെഡിയായ വഴുതനങ്ങ പുളിങ്കറി നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ കറി. തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്